സിറപ്പാന തറമാന സംഭവമെല്ലാം ഇനിമേ പാപ്പിങ്കട. ഒരു സിനിമയിലെ മാസ് ഡയലോഗ് എന്നതിലുപരി സൂര്യ എന്ന നായകന്റെ തിരിച്ചുവരവ് വിളിച്ചോതുന്നത് കൂടിയാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ റെട്രോ ട്രെയിലറിലെ സൂര്യയുടെ വാക്കുകൾ. ഒരു സൈഡിൽ കൾട്ട് ക്ലാസിക് ആക്ഷൻ, മറ്റേ സൈഡിൽ റൊമാൻസ്. 2 മിനിറ്റ് 42 സെക്കൻഡ് വരുന്ന ട്രെയിലറിൽ വന്നുപോകുന്ന ഓരോ ഫ്രെയിമും അതിഗംഭീരം. സൂര്യയുടെ സ്വാഗിനെ പരമാവധി ഉപയോഗിക്കാൻ കാർത്തിക് സുബ്ബരാജിന് ആയിട്ടുണ്ടെന്ന് ട്രെയിലറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കൊടൂര വയലൻസ് സീനുകൾ, അടിമുടി ഗെറ്റപ്പ് ചേഞ്ച്, സന്തോഷ് നാരായണന്റെ BGMൽ സൂര്യയുടെ മാരക സ്ക്രീൻ പ്രസൻസ്. ട്രെയിലർ ഉറപ്പു നൽകുന്നത് സൂര്യ എന്ന താരത്തിന്റെ തിരിച്ചുവരവ് തന്നെയാണ്. കാർത്തിക് സുബ്ബരാജിന് അതിന് സാധിക്കുമെന്ന പ്രതീക്ഷ ആരാധകർക്കുമുണ്ട്. ആ വിശ്വാസമാണ് റെട്രോക്കായി കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. 2024 നവംബർ 14 സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങിയ ചിത്രം കങ്കുവ റിലീസിനെത്തുന്നു. 2 വർഷങ്ങൾക്ക് ശേഷമാണ് സൂര്യ നായകവേഷത്തിലെത്തുന്ന ഒരു സിനിമ എത്തിയത്. അതിനാൽ തന്നെ ആരാധകർക്ക് പ്രതീക്ഷകൾ വാനോളമായിരുന്നു. റിലീസിന് മുൻപ് ചിത്രത്തെപ്പറ്റി സംവിധായകൻ സിരുത്തേ ശിവയും നായകൻ സൂര്യയും പറഞ്ഞ കാര്യങ്ങൾ ആരാധകരിൽ അമിത പ്രതീക്ഷ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ സിനിമ പുറത്തിറങ്ങിയപ്പോൾ ആ പ്രതീക്ഷകളെല്ലാം വെള്ളത്തിലായി. തുടക്കം മുതൽ നെഗറ്റീവ് റെസ്പോൺസുകൾ ലഭിച്ച സിനിമ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. 107 കോടിക്കടുത്ത് വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെങ്കിലും മുടക്കുമുതൽ അതിനേക്കാൾ എത്രയോ കൂടുതലായിരുന്നു. കങ്കുവയ്ക്ക് മുൻപ് 2022 സൂര്യനായകനായ മറ്റൊരു ചിത്രം എത്തിയത്. പാണ്ഡ്യരാജ് സംവിധാനം ചെയ്ത എതിർക്കും തുനിന്തവൻ. സമ്മിശ്ര പ്രതികരണമായിരുന്നു ചിത്രത്തിന് ലഭിച്ചത്. സൂര്യയ്ക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സൂര്യ പൊട്ടർ, TJ ജ്ഞാനവേലിന്റെ സംവിധാനത്തിലെത്തിയ ജയ് ഭീം എന്നിവയായിരുന്നു അതിനു മുൻപുള്ള സൂര്യ ചിത്രങ്ങൾ. കൊറോണ കാരണം ഈ 2 ചിത്രങ്ങളും OTTയിലായിരുന്നു റിലീസ് ചെയ്തത്. എതിർക്കും തുനിന്തവൻ മുതൽ കങ്കുവ വരെയുള്ള കാലം സൂര്യ നായകനായ സിനിമകൾ ഒന്നും എത്തിയില്ലെങ്കിലും ചില ചിത്രങ്ങളിൽ ക്യാമിയോ റോളിൽ താരം എത്തിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ കയ്യടി നേടിയതുമായ പെർഫോമൻസ് ലോകേഷ് കനകരാജ് കമൽഹാസൻ കോംബോയിലെത്തിയ വിക്രത്തിലേതിനായിരുന്നു. സൂര്യ ഇന്നേ വരെ ആരും കണ്ടിട്ടില്ലാത്ത വേഷത്തിലാണ് ലോകേഷ് അവതരിപ്പിച്ചത്. സിനിമ അവസാനിക്കുമ്പോഴെത്തുന്ന റോളക്സ് എന്ന കൊടൂര വില്ലൻ ആ സീനിനെ അത്രമേൽ അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. സൂര്യ നായകനാക്കി റോളക്സിനായി ഒരു സ്റ്റാൻഡ് അലോൺ സിനിമ ചെയ്യുമെന്ന് ലോകേഷും നേരത്തെ പറഞ്ഞിരുന്നു. റൊമാൻറ്റിക് ഹീറോയും ആക്ഷൻ ഹീറോയുമായെല്ലാം പലതവണ കണ്ട സൂര്യയുടെ എക്സ്ട്രീം വില്ലനിസം അത്രമേലാണ് സിനിമാ നിരൂപകർക്കിടയിൽ പ്രശംസ പിടിച്ചു പറ്റിയത്. അതിനു പിന്നാലെ മാധവന്റെ റോക്കറ്ററി ദ നമ്പി എഫക്റ്റിൽ ഗസ്റ്റ് റോളിലും സൂര്യ റിപ്പോർട്ടറിന്റെ ഹിന്ദി റീമേക്കായ സർഫിറയിൽ ക്യാമിയോ റോളിലും താരം എത്തിയിരുന്നു. അതേസമയം രാഘവ ലോറൻസും SJ സൂര്യയും പ്രധാന വേഷത്തിലെത്തിയ ജിഗർതണ്ട DX ആണ് കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ അവസാന ചിത്രം. തിയേറ്ററുകളിലെ പോസിറ്റീവ് റെസ്പോൺസിന് പിന്നാലെ OTTയിലും ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ചിയാൻ വിക്രം, മകൻ ധ്രുവ് വിക്രം എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തിയ മഹാനായിരുന്നു കാർത്തിക്കിന്റെ അതിന് മുൻപത്തെ ചിത്രം. OTT വഴി റിലീസ് ചെയ്ത ചിത്രത്തിനും പോസിറ്റീവ് റെസ്പോൺസ് തന്നെയായിരുന്നു നേടാനായത്. സൂര്യയുമായി ഒന്നിക്കുമ്പോഴും ആ വിജയം തുടരാനാകും കാർത്തിക് സുബ്ബരാജിന്റെ ലക്ഷ്യം. റെട്രോയിലേക്ക് എത്തുമ്പോൾ തന്റെ സ്ഥിരം ഗാങ്സ്റ്റർ സ്റ്റോറിയിൽ നിന്ന് വിട്ടുനിന്ന് റൊമാൻസിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ചിത്രമായിരിക്കുമെന്നാണ് കാർത്തിക് സുബ്ബരാജ് പറയുന്നത്. ഒരു ഗാങ്സ്റ്റർ പടം ചെയ്യണമെന്ന് വിചാരിച്ചല്ല സിനിമകൾ എഴുതാറുള്ളത്. ഗ്രേ ഷെയ്ഡിലുള്ള ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യുന്നത് ഇഷ്ടമാണ്. എന്തിനാണ് എപ്പോഴും വയലൻസ് സിനിമകൾ തന്നെ ചെയ്യുന്നത്, റൊമാൻറ്റിക് സിനിമകൾ ചെയ്യുമെന്ന് ഭാര്യ എപ്പോഴും ചോദിക്കാറുണ്ട്. അതിനുള്ള ഉത്തരമാണ് റെട്രോ എന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന ഓഡിയോ ലോഞ്ചിൽ കാർത്തിക് സുബ്ബരാജ് പറഞ്ഞത്. എങ്കിലും ഗാങ്സ്റ്റർ പടങ്ങളോടുള്ള ഇഷ്ടം ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ്. പൂജ ഹെഗ്ഡെയാണ് ചിത്രത്തിലെ നായിക. ജയറാം, ജോജു ജോർജ്, നാസർ, പ്രകാശ് രാജ്, സ്വാസിക തുടങ്ങി വമ്പൻ താരനിരയിലാണ് റെട്രോ എത്തുന്നത്. സന്തോഷ് നാരായണനാണ് ചിത്രത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത്. ഏറെ പ്രശംസയാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ റെട്രോയുടെ ട്രെയിലറിന് ലഭിക്കുന്നത്. അൽഫോൺസ് പുത്രനാണ് ആ ട്രെയിലർ കട്ട് ഒരുക്കിയത്. മുൻപും പല സിനിമകളുടെ ട്രെയിലർ കട്ടുകൾ ഒരുക്കി അൽഫോൺസ് ഞെട്ടിച്ചതാണ്. അത് റെട്രോയിലും തുടർന്നിട്ടുണ്ട്. കാർത്തിക് സുബ്ബരാജിനോടൊപ്പമുള്ള സിനിമ എന്ന അനൗൺസ്മെന്റ് വന്നപ്പോൾ മുതൽ സൂര്യ ആരാധകർ ഏറെ പ്രതീക്ഷയിലാണ്. വെട്രിമാരന്റെ കൂടെയുള്ള വാടിവാസലും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഇതുവരെ കണ്ടതൊന്നും ആയിരിക്കില്ല ഇനി കാണുന്ന സൂര്യ എന്ന് ഉറപ്പിക്കുകയാണ് ഇതിലൂടെയെല്ലാം താരം. മെയ് 1 റെട്രോ എത്തുമ്പോൾ നടിപ്പിൻ നായകന്റെ ഗംഭീര തിരിച്ചുവരവ് കാണുമെന്ന് പ്രതീക്ഷിക്കാം.